സർവകലാശാലയുടെ അകത്ത് ASFന്റെ നേതൃത്വത്തിലും പുറത്ത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി. സർവകലാശാലയിൽ ഗവർണറിലൂടെ സംഘപരിവാർ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സർവകലാശാലയുടെ അകത്തും പുറത്തുമായി ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. RSSന്റെ തിട്ടൂരം നടപ്പിലാക്കാനാണ് ശ്രമമെങ്കിൽ അതിന് വഴിപ്പെടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പ്രതിഷേധമുണ്ടായത്. ഇന്നും ASFന്റെ മാർച്ചിലാണ് ആദ്യ സംഘർഷം അവിടെ ഉണ്ടായത്. അകത്ത് ASFന്റെ മാർച്ചിൽ സംഘർഷമുണ്ടാകുമ്പോൾ പുറത്തതിന് അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെയും വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടാക്കി. ASFന്റെ പ്രവർത്തകരെ പോലീസ് പൂർണ്ണമായും ക്യാമ്പസിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് എത്തിക്കുകയോ പോലീസ് വാഹനത്തിലേക്ക് എത്തിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ശാന്തമായിട്ടുണ്ട് പ്രതിഷേധമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജിബിൻ ജാബി വിവരങ്ങളുമായുണ്ട്. ജിബിൻ, എന്താണ് സ്ഥിതി? സംഘർഷം ഉള്ളിൽ അവസാനിച്ചിട്ടുണ്ടോ? പുറത്തിപ്പോഴും തുടരുകയാണ്. വിദ്യാർത്ഥികൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്, യുവജന സംഘടനാ പ്രവർത്തകരൊക്കെ. എന്താണ് സംഘർഷവുമായി ബന്ധപ്പെട്ട സ്ഥിതി? ഒപ്പം ഈ സ്ഥാനമേറ്റെടുക്കൽ അതിങ്ങനെ നീണ്ടുപോവുകയാണോ? ഇപ്പോൾ സർവകലാശാലയ്ക്ക് മുന്നിൽ ആ നേരത്തെ ഉണ്ടായിരുന്ന സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവ് വന്നിരിക്കുകയാണ്. അകത്ത് പ്രതിഷേധ മാർച്ചുമായി എത്തിയ ASF പ്രവർത്തകരെ പോലീസ് പൂർണ്ണമായി അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരും പുറത്ത് ഒരു മാർച്ചുമായി എത്തിയത്. പക്ഷേ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇതുവരെ അകത്തേക്ക് കയറിയിട്ടില്ല. കഴിഞ്ഞ ദിവസം SFI പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് അകത്തേക്ക് കയറിയത് പോലീസിന് വലിയ രീതിയിലുള്ള ക്ഷീണമുണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇന്ന് ഈ ബാരിക്കേഡ് ചാടി മറികടന്നുകൊണ്ട് അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി പോലീസ് വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് എടുത്തിട്ടുള്ളത്. കാരണം പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ മുൻവശത്തെ ഗേറ്റിലേക്ക് എത്തിയ സമയത്ത് തന്നെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രവർത്തകർ ഗേറ്റ് മറികടക്കുന്ന ഒരു സാഹചര്യം അത് പൂർണ്ണമായി വിലക്കിയിരിക്കുകയാണ്. നിലവിലിപ്പോൾ പ്രതിഷേധം സമാധാനപരമാണ്. പ്രവർത്തകർ കുറച്ചുപേർ ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. മറ്റുള്ളവർ താഴെ ഇരുന്നുകൊണ്ട് അവരുടെ നേതാക്കൾ പ്രസംഗിക്കുന്നതൊക്കെ കേട്ട് നിൽക്കുകയാണ്. നിലവിൽ സംഘർഷാവസ്ഥയില്ല. പക്ഷേ ഇനിയും പ്രവർത്തകർ അകത്തേക്ക് കയറാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പോലീസ് അകത്തുണ്ടായിരുന്ന കുറച്ചുപേരെ കൂടി പുറത്തേക്ക് വിന്യസിച്ചിരിക്കുകയാണ്. എന്തായാലും പ്രവർത്തകർ ഇനിയും ഈ ഒരു സംഘർഷാവസ്ഥ ഇനിയും ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് മറികടക്കാൻ വേണ്ട ക്രമീകരണങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സർവകലാശാല ആസ്ഥാനത്തേക്ക് പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നത് കഴിഞ്ഞ ദിവസം SFIയുടെ പ്രവർത്തകർ അകത്തേക്ക് കയറിയപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അവരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ കൂടി പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. പക്ഷേ യാതൊരു കാരണവശാലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇന്ന് യൂണിവേഴ്സിറ്റിക്ക് അകത്തേക്ക് കയറരുത് എന്നുള്ള ഒരു നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട്. കാരണം VCയുടെ താൽക്കാലിക ചുമതലയുണ്ടായിരുന്നവർ DGPക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ ക്രമസമാധാനം പാലിക്കണം, അത്തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ ഇനി ഉണ്ടാകരുത്. പ്രത്യേകിച്ച് SFIയുടെ പ്രവർത്തകർ യൂണിവേഴ്സിറ്റിക്ക് അകത്തേക്ക് യൂണിവേഴ്സിറ്റി ഹോളിന് ഉൾപ്പെടെ യൂണിവേഴ്സിറ്റി ആസ്ഥാന മന്ദിരത്തിനകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി ഗേറ്റ് ഈ വാതിൽ തുറന്നുകൊണ്ട് അകത്തേക്ക് എത്തി മറ്റു പ്രവർത്തകർക്ക് ജനാല വഴി അകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു ക്രമസമാധാന പ്രശ്നം ഇനി ഈ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിൽ ഉണ്ടാകരുത് എന്ന് കാണിച്ചുകൊണ്ടാണ് VC ഒരു DGPക്ക് ഉൾപ്പെടെ ഒരു പരാതി നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ചുമതല അവർ ഇപ്പോൾ നോക്കുന്നുണ്ട്. യാതൊരു കാരണവശാലും DFI പ്രവർത്തകർ അകത്തേക്ക് കയറാതിരിക്കാൻ. പക്ഷേ അവിടെ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. ASF പ്രവർത്തകർ ഇതെല്ലാം മറികടന്നുകൊണ്ട് അവർ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ആസ്ഥാന മന്ദിരത്തിന് മുന്നിലാണ് ASF പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് എത്തുകയും പോലീസുമായി ഒരു എന്തായാലും സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിരിക്കുന്നു എന്നത് ആശ്വാസമാണ്. പുറത്ത് പക്ഷേ പ്രതിഷേധം തുടരുന്നു. എന്നാൽ ഈ കസേര അല്ലെങ്കിൽ ചുമതല ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം, സംഘർഷം അത് ഏത് നിമിഷവും ഉണ്ടാകാൻ ഇടയുണ്ട്. ASFന്റെ മാർച്ച് സർവകലാശാല ആസ്ഥാനത്തിനുള്ളിലേക്ക് കടക്കുകയായിരുന്നു. പോലീസ് ശക്തമായി പ്രതിരോധിച്ചു. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ASFന്റെ മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് ക്യാമ്പസിന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകർ സംഘടിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധത്തിനും പ്രതിരോധത്തിനും ഒരുങ്ങുകയാണ് ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ സർവകലാശാല VCക്കെതിരെ.